Hello, Magic Monitor. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാം ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. അപ്പോൾ മാമിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. സോ ഇന്നത്തെ മാമിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ദ മാസ്റ്റർ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. താങ്ക് യു ഗോപിക, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മെ കൂട്ടിച്ചേർത്ത സർവേശ്വര യൂണിവേഴ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് കേൾക്കാം. ദ മാസ്റ്റർ. യെസ്, നമ്മളെല്ലാവരും മാസ്റ്റേഴ്സ് തന്നെയാണ് അല്ലെ? ജീവിതത്തിലായാലും ഒരുപാട് ജീവിതം ജീവിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരുപാട് വ്യക്തികൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും. നമ്മളല്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും മാസ്റ്റേഴ്സ് തന്നെയാണ്. എന്നാൽ ദ മാസ്റ്റർ എന്ന് പറഞ്ഞ ഈ ടോപ്പിക്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് ഒരു തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. തന്ത്രം മന്ത്രം ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ മന്ത്രമല്ല, എന്തായാലും ഒരു തന്ത്രമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ. ഒരുപക്ഷെ ഈ തന്ത്രം ഒരുപക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായി ജോലിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വളരെ സേഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഈ തന്ത്രം എന്താണെന്ന് നോക്കണ്ടേ? അതിനു മുമ്പ് ഒരു കഥ പറയാം. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനുഭവ കഥയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അരുൺ വളരെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തന്റെ ജോലിയിൽ ഏറ്റവും അതിൽ എന്തെല്ലാം സ്കില്ലുകൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യാമോ അതെല്ലാം സ്കില്ലുകൾ പഠിച്ചെടുത്തിട്ടാണ് തന്റെ ജോബിലേക്ക് അരുൺ എത്തുന്നത്. അരുണിനെ ഗൈഡ് ചെയ്യാൻ അവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് മാനേജറാണ്. മാനേജറുടെ സഹായത്തോടു കൂടി അരുൺ തന്നെ ഏൽപ്പിച്ച എല്ലാ പ്രോജക്റ്റുകളും വളരെ ഭംഗിയായി മുന്നോട്ട് നടത്തിക്കൊണ്ടു പോവുകയാണ്. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അരുണ് പെട്ടെന്ന് വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു തുടങ്ങി. ജോലിയിൽ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. തനിക്ക് ആരുടെയും ഒരു സഹായം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും തന്നോട് ഒരു അസൂയ തോന്നുന്ന രീതിയിൽ പെരുമാറുന്നു. തന്നെ ആരും കോപ്പറേറ്റ് ചെയ്യാനോ തനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനോ ഈവൻ മാനേജർ പോലും തയ്യാറാകുന്നില്ല എന്ന് പതുക്കെ പതുക്കെ അരുൺ തിരിച്ചറിയാൻ ജോലി വല്ലാത്തൊരു ഭാരമായിട്ട് മാറുകയാണ്. അരുണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും തന്നോട് അസൂയയാണ്. തന്റെ സ്കില്ല് കാണുമ്പോൾ താൻ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റ് വർക്കുകളും ഇത്രയും ഭംഗിയായി ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നോട് അസൂയാണ്. സ്വാഭാവികം, കാരണം അരുൺ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സ്കില്ല് ആ ഒരു അപ്ഡേഷൻ കാലത്ത് വേണമോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ തന്റെ പരിധിയിൽ വരുന്ന എല്ലാ പ്രോജക്റ്റുകളും വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും ഇത്ര ഭംഗിയായ ഒരു ജോലി ചെയ്തിട്ട് പോലും തനിക്ക് ആ ഓരോ ഓഫീസിൽ സ്മൂത്ത് ആയിട്ട് വളരെ കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ആവുന്നതായിട്ട് അവൻ തിരിച്ചറിയാം. ആരുമായിട്ട് തനിക്കൊരു ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനോ നല്ലൊരു എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അരുണ് ശ്രമിക്കുമ്പോൾ പോലും എല്ലാവരും തന്നെ തള്ളി മാറ്റുന്നതായിട്ടാണ് അരുണ് ഫീൽ ചെയ്യുന്നത്. അരുൺ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അരുൺ പതുക്കെ പതുക്കെ ലീവ് എടുത്തു തുടങ്ങി. ഓരോ കാരണങ്ങൾ പഠിച്ച് ഓഫീസിലേക്ക് പോകാതിരിക്കുക. അങ്ങനെയാണ് അരുൺ പതുക്കെ ഒരു കൗൺസിലിംഗ് വിധേയനാവും. കൗൺസിലിംഗ് വിധേയമായിട്ട് തുടങ്ങിയപ്പോഴാണ് അരുൺ ഒരു കാര്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇത് തന്റെ ഈ ഒരു കരിയറിലെ 3ാമത്തെ ജോബാണ്. പുതിയ ഓഫീസുകളിൽ മുൻപുള്ള 2 ഓഫീസുകളിലും അരുണ് ഒരു പക്ഷെ ഒരേ രീതിയിലുള്ള അനുഭവമാണ് അരുൺ നേരിട്ടുകൊണ്ടേയിരിക്കുന്നതാണ് അരുൺ കൗൺസിലിങ്ങിലൂടെ തിരിച്ചറിഞ്ഞ ഒരു സത്യം. അവിടെയും താൻ വളരെ ഭംഗിയായി മിടുക്കനായി ജോലി ചെയ്തു തുടങ്ങി. കുറച്ചു കാലങ്ങൾക്ക് കഴിയുമ്പോൾ അവിടെ തനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, തന്റെ സ്കില്ലുകളെ അവർ സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇത്രയും സ്കിൽഡ് ആയിട്ട് പോലും വിജയകരമായി ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും താൻ നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകൾ അരുൺ പതുക്കെയാണ് 3ാമത്തെ അനുഭവത്തിലൂടെ ഒരു കൗൺസിലിംഗിന് വിധേയമായപ്പോൾ തിരിച്ചറിയുന്നത്. അതായത് താൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് അരുൺ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് അരുണിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ തന്ത്രം അരുൺ പ്രയോഗിച്ചു തുടങ്ങുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വീടുകളിൽ നിങ്ങളുടെ കുട്ടികൾ സംസാരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ അച്ഛനൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഈ അമ്മയ്ക്കൊന്നും അറിയില്ല,
എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മുതിർന്നവരായി കഴിഞ്ഞാൽ, ഒരു പക്ഷെ അച്ഛനും അമ്മയൊക്കെ ആയി കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ അച്ഛനും അമ്മയുടെയും പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് ശരിയായില്ല. അതായത് നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാസ്റ്റേഴ്സ് ആയി തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ തന്ത്രം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും വളരെ സ്മൂത്ത് ആയി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊരു നിയമമൊന്നുമല്ല, ഒരു തന്ത്രം തന്നെയാണ്. ഈ ഒരു തന്ത്രം നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മേഖലകളിലെല്ലാം വിജയത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. തന്ത്രം ഇത്ര മാത്രമേ ഉള്ളൂ. നെവർ എവർ ഔട്ട്ഷൈൻ ദ മാസ്റ്റർ. നെവർ എവർ ഔട്ട്ഷൈൻ ദ മാസ്റ്റർ. നിങ്ങളെ വളർത്തിയവരെ ഒരിക്കലും ഓവർകം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവരൊരിക്കലും, അവരെക്കാൾ നിങ്ങൾ തിളങ്ങി നിൽക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത് എന്നർത്ഥം. അതായത് നിങ്ങളുടെ ഏത് വിജയത്തിന് പിന്നിലും ഇന്ന വ്യക്തിയാണ് എന്ന് എപ്പോഴും അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കണം നാം മുന്നേറുന്നത് എന്നർത്ഥം. ഇവിടെ അരുൺ ചെയ്തും ഇതേ മിസ്റ്റേക്ക് തന്നെയാണ്. താൻ തന്നെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ തന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജറെ പോലും കുറച്ചു കഴിഞ്ഞപ്പോൾ അരുണിന് ഒരു വിലയില്ലാതെ, അതായത് മാനേജർ ചെയ്യുന്ന പല കാര്യങ്ങളിലും മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് അരുൺ കണ്ടെത്തിയപ്പോൾ അതിനായി പിന്നെ അരുണിന്റെ കൂടുതൽ ശ്രദ്ധ. അവിടെ ആ മിസ്റ്റേക്കുകളെ ചൂണ്ടിക്കാണിച്ചു പിന്നെ നേരിട്ട് ഡയറക്ടർ ബോർഡിലേക്കായി അരുണിന്റെ എല്ലാ കോൺടാക്റ്റുകളും. ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതുവരെ തന്നെ ആ ജോബിൽ അല്ലെങ്കിൽ ആ ഓഫീസിൽ തന്നെ ഏറ്റവും എളുപ്പം മുന്നേറാൻ സഹായിച്ച ആ മാസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മാനേജറെ പോലും മാറ്റി നിർത്തി നേരിട്ട് ഡയറക്ടർ ബോർഡിലെ ചെയർമാനുമായിട്ട് ഓരോ പ്രോജക്റ്റും ഡിസ്കസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അരുൺ മാറി. പക്ഷെ ഇങ്ങനെ മാറി തുടങ്ങിയപ്പോ തന്റെ വഴികളിൽ സഹായമായി നിന്നവരെ അരുൺ മറന്നുപോയി, അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താൻ അരുൺ മറന്നുപോയി. നേരിട്ട് ഡയറക്ടർ ബോർഡിലേക്ക് എൻട്രി കിട്ടിയെങ്കിലും തന്റെ ഓരോ പ്രോജക്റ്റുകളും നടപ്പിൽ വരുത്തണമെങ്കിൽ തന്റെ മുന്നിലൂടെ കടന്നുപോയ, തനിക്ക് ചവിട്ടുപാതയിൽ ഒരുക്കിയ കൂടെയുള്ളവരെ അരുൺ പതുക്കെ വകഞ്ഞു മാറ്റിയപ്പോൾ തന്റെ പ്രോജക്റ്റുകൾ ഒന്നും തന്നെ സ്മൂത്ത് ആയി ചെയ്യാൻ പറ്റാതെ തുടങ്ങുകയാണ്. ഇത് 3 ഓഫീസുകളിലും തനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് അരുൺ തിരിച്ചറിയുന്നു. ഒരു പക്ഷേ തന്റെ മാനേജർ ചെയ്യുന്നത് മിസ്റ്റേക്കുകൾക്ക് വരുത്തും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അരുൺ ഉപയോഗിക്കേണ്ടിയിരുന്നത് ഈ തന്ത്രമായിരുന്നു. നെവർ എവർ ഔട്ട്ഷൈൻ ദ മാസ്റ്റർ. ആ മാനേജറോടൊപ്പം തന്നെ നിന്ന് ഒരു പക്ഷെ അദ്ദേഹത്തെ ചെയ്യുന്ന ഈ തെറ്റുകളെ ഒരിക്കലും തെറ്റായെന്ന് ചൂണ്ടിക്കാണിക്കാതെ അതിനെ ഏറ്റവും നന്നായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ആ ഓരോ പ്രോജക്റ്റ് കൂടി വിജയകരപ്രദമാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അരുണ് ഇപ്പോഴും ആ ഓഫീസിൽ വളരെ ഭംഗിയായി മുന്നോട്ട് ചെയ്യാൻ ധൈര്യവും കരുത്തും സന്തോഷവും ഉണ്ടായിരുന്നു. ഈ തന്ത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ അരുൺ തന്റെ ലീവ് എല്ലാം ക്യാൻസൽ ചെയ്ത് തിരിച്ച് ഓഫീസിലേക്ക് തിരിച്ചു വരും. തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോരുത്തരെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ അവരെ കൂടെ നിർത്താനാണ് പിന്നെ അരുൺ ശ്രമിച്ചത്. അവരെ എല്ലാം ചേർന്ന് നേരിട്ട് കണ്ട്, തന്റെ മാനേജറെ പോലും നേരിട്ട് കണ്ട് തന്റെ ഓരോ വിജയങ്ങൾക്കും പിന്നിലുള്ള ലക്ഷ്യങ്ങൾക്ക് പിന്നിലുള്ള വിജയങ്ങൾക്ക് കാരണക്കാരായ ആ മാനേജരെയും തന്റെ സഹപ്രവർത്തകരെയും അരുൺ കൂടെ നിർത്താൻ എളുപ്പം അരുണ് കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മൾ ഏവരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ അസൂയയും അല്ലെങ്കിൽ കുശുമ്പും കണ്ടുകൊണ്ട് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ജീവിക്കാൻ പറ്റില്ല. സത്യമാണ്, കാരണം അവരെല്ലാവരും ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനാവില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിലും, അല്ലെങ്കിൽ അവരുടെ അസൂയ കുശുമ്പിനെയോ എന്ന് നമ്മൾ പറയുന്നത് പോലെ അതിനെ നമുക്ക് കവച്ചു വയ്ക്കാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ഒരു ഹാംനെസ്, അവർ നമ്മളെ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ, നമുക്കൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഒരിക്കലും നമ്മുടെ മാസ്റ്റേഴ്സിനെ മാറ്റി നിർത്താൻ നാം ശ്രമിക്കരുത്. നാം എപ്പോഴും അവർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉണ്ട്. യെസ്, യു ആർ റൈറ്റ്. അവർ പറയുന്നത് എന്തും അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ല ശരിയാണ്.
അവരുടെ കഴിവിനനുസരിച്ചുള്ള, അവരുടെ അറിവിനനുസരിച്ചുള്ള ഏറ്റവും നല്ല അറിവിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. അവരൊരു പക്ഷെ ക്രിട്ടിസൈസ് ചെയ്താലും യെസ് യു ആർ റൈറ്റ്, നിങ്ങൾക്ക് ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യാൻ ഇടയാക്കിയ ആ സംഭവത്തെ കുറിച്ചൊന്ന് പറയാമോ, അല്ലെങ്കിൽ ഇത് ഞാൻ ഏത് രീതിയിലാണ് കുറച്ചുകൂടി ഭംഗിയായി ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഒരു സജഷൻ ആയിരിക്കണം എപ്പോഴും നമ്മുടെ മാസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ടത്. ഒരു പക്ഷേ ഇന്നത്തെ തലമുറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. ഒരു കാലഘട്ടം എത്തിക്കഴിയുമ്പോൾ അവർ തന്റെ മാതാപിതാക്കളോട് പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛനൊന്നും അറിയില്ല, അമ്മയ്ക്കൊന്നും അറിയില്ല. ഇതാണ് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഡിജിറ്റൽ വേൾഡിൽ ഞങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങളെക്കാളും കൂടുതലാണ്, ഞങ്ങൾ നിങ്ങളെക്കാളും നല്ല അപ്ഡേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും തള്ളി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകുമ്പോൾ ഒരു പക്ഷേ അറിവുകൾക്കപ്പുറം ഈ എക്സ്പീരിയൻസിലൂടെ നേടി വന്ന തന്റെ മാസ്റ്റേഴ്സിലൂടെ അറിവിനെ അവർ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ്. എക്സ്പീരിയൻസിലൂടെ നേടിയെടുത്ത അറിവ് വളരെ വിലപ്പെട്ടതാണ്. അതുവരെ അവരെ മുന്നോട്ട് നയിച്ചതും ഈ മാസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പൊ ഒരിക്കലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നാം മുന്നേറാൻ ശ്രമിക്കരുത്. അവരെ ഒപ്പം കൂടെ നിർത്തി ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ, യെസ് യു ആർ റൈറ്റ്, അതെ അച്ഛനും അമ്മയും പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നു പോകണമെങ്കിൽ ഇത് സാധ്യമായേ പറ്റൂ എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് മാറുകയും ചെയ്യും. അരുണ് തിരിച്ചറിവുണ്ടായതും ഇത് തന്നെയാണ്. തന്നെ ആ ഓഫീസിൽ തന്നെ വളരാൻ സഹായിച്ചത് മാനേജർ ആയിട്ടുള്ള മാസ്റ്റർ തന്നെയാണ്. അവിടെയുള്ള വ്യക്തികളുമായി ഏറ്റവും അടുപ്പിച്ചത്, ഒരുപക്ഷെ ചെയർമാൻ ബോർഡിൽ പോലും തന്റെ ഓരോ പ്രോജക്റ്റും വിജയകരമാക്കാൻ വേണ്ട ടെക്നിക്കുകൾ പറഞ്ഞു തന്നെ മുന്നോട്ട് നയിച്ചത് ഈ മാസ്റ്റർ തന്നെയാണ്. പക്ഷെ പിന്നീട് എപ്പോഴോ മാസ്റ്ററുടെ കുറ്റവും കുറവും മാത്രമായി അരുണിന്റെ ശ്രദ്ധ. താൻ ഒരുപാട് സ്കിൽഡ് ആണെന്ന് അരുണിനറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാനേജറെക്കാളും തന്റെ ജോലിയിൽ ഏറ്റവും നല്ല സ്കില്ലുകൾ നേടിയെടുത്ത അരുണാണെന്ന് അരുണ് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ താൻ ജോലി ചെയ്യുന്ന ഇടത്തിൽ എന്ത് തന്നെ സ്കിൽ ഉണ്ടായാലും തന്നെ മുന്നോട്ട് നയിച്ചത് ഈ മാസ്റ്ററായ മാനേജറാണ്. അവിടെ ഓരോ അറിവുകളും തന്ന് ആ ജോലി സ്ഥാനത്തിൽ ആ സ്ഥാപനത്തിലുള്ള ഓരോ വ്യക്തികളെയും കുറിച്ച് പറഞ്ഞു തന്ന് ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ സമീപിച്ചാൽ ഇത് കൂടുതൽ ഭംഗിയായി എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന അറിവുകൾ നൽകി മുന്നേറാൻ സഹായിച്ചത് മാസ്റ്ററാണ്. നമ്മളൊരു പക്ഷെ നമ്മുടെ പാരന്റ്സ് നമ്മളോട് പറയുന്നതാണ്, എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ അറിയാം. പക്ഷെ അവർ തന്നെ എക്സ്പീരിയൻസിലൂടെ പറയുന്ന പല കാര്യങ്ങളും നാം വിട്ടുപോകാൻ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ തലമുറകൾ ഏറ്റവും സംഭവിക്കുന്നത്. ഇത് തന്നെയാണ്. ഈ മാസ്റ്റേഴ്സിനെ എപ്പോഴും പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ മുന്നേറാൻ സാധിക്കും എന്ന് ഈ തന്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ഇവിടെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമ്മെ ബ്ലോക്ക് ചെയ്തേക്കാം, അവരുടെ വാക്കുകൾ നമ്മെ ബുദ്ധിമുട്ടിച്ചേക്കാം, അവരുടെ പ്രവൃത്തികൾ നമ്മെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തന്ത്രം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും വളരെ സ്മൂത്തായി മുന്നോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രം, മാസ്റ്റേഴ്സിനെ എപ്പോഴും ബഹുമാനിക്കുക. അതാണ് ഏറ്റവും കൊടുക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ബഹുമാനവും റെസ്പെക്റ്റും അവർ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അവരുടെ അറിവിൽ വെച്ചുള്ള ഏറ്റവും ഭംഗിയായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ഓർക്കുക. അവിടെയാണ് കമ്മ്യൂണിക്കേഷനും ഏറ്റവും ഭംഗിയായി നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്. മാസ്റ്റേഴ്സിനെ നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യുക. അവരുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയും ദൂരം എനിക്ക് മുന്നോട്ട് പോകാനായത് എന്നുകൂടി ഓർക്കുമ്പോൾ അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഏത് മേഖലയിലും നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് തീർച്ചയാണ്. നെവർ എവർ ഔട്ട്ഷൈൻ ദ മാസ്റ്റർ. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് അവർ ലൈഫ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പക്ഷേ പുതിയ ജോലിയിൽ ചേർന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചൊരു തന്ത്രവും ഇത് തന്നെയാണ്. യെസ്, കാരണം ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ പോലും വർഷങ്ങളായി പടുത്തുയർത്തിയ ഒരു എക്സ്പീരിയൻസിന്റെ അറിവ് അവർക്കുണ്ട്. ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും.
കാരണം അവരെ തള്ളി മാറ്റിക്കൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ ആ വഴികളിൽ കൂടി തന്നെ മുന്നോട്ട്, അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് നയിച്ച ആ വഴികളിൽ കൂടെ മുന്നോട്ട് പോയി അവരുടെ അറിവുകളിലൂടെ ഞാൻ നേടിയ ടാലന്റിനെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അവരെ ഉയർത്തി കാണിച്ചുകൊണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അവരിലൂടെ നേടിയ അറിവാണെന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട്, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ജോലി വളരെ എളുപ്പമുള്ളതായി മാറും. ഒരു പക്ഷെ വീടുകളിൽ അച്ഛനമ്മമാർ പല ഉപദേശങ്ങൾ നൽകുമ്പോൾ അത് തലകുലിക്കുന്ന സമ്മതിക്കുക, അവരെ റിജക്ട് ചെയ്യാതിരിക്കുക. ഒരു പക്ഷെ അവർ പറയുന്നത് നമുക്ക് ചില സമയങ്ങളിൽ സ്വീകാര്യമല്ലായിരിക്കും, പക്ഷെ അത് അപ്പോ സ്വീകാര്യമല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും സ്വീകാര്യമായ ഒരു അറിവിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കും. തീർച്ചയാണ് ഓരോ അറിവും വിലപ്പെട്ടതാണ്. നമ്മെ മുന്നോട്ട് നയിച്ചവരെ തീർച്ചയായും എപ്പോഴും നമ്മുടെ മാസ്റ്ററായി കണ്ടുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള പടവുകളെ, വിജയത്തിന്റെ പടവുകളിൽ നമ്മെ സഹായിച്ചവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെ ഉയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തീർച്ചയായും എല്ലാ മേഖലകളും വളരെ സ്മൂത്തായി മാറും. അവർ കൂടുതൽ നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോ, അരുൺ തന്നെ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞപ്പോ ഈ തന്ത്രം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. തന്റെ മാനേജറെ നേരിട്ട് കണ്ട് തനിക്ക് പറ്റിയ തെറ്റുകളെ പറഞ്ഞ് തന്റെ പ്രോജക്റ്റുകൾക്ക് ഓരോന്നും അദ്ദേഹം മുൻപ് നൽകിയ അറിവുകൾ ഓരോന്നും കൂട്ടിച്ചേർത്തുകൊണ്ട് അന്ന് ആ മാനേജർ ചെയ്ത ആ അറിവ് തന്നെ കൂട്ടിച്ചേർത്ത് അതെപ്പോഴും ഉയർത്തി പറഞ്ഞുകൊണ്ട് അവിടെ ഓരോ കൊളീഗിനെയും തന്നെ ചേർത്ത് പിടിച്ചു തുടങ്ങിയപ്പോൾ അതുകൊണ്ട് പിന്നെ ജോലി എളുപ്പമായി തുടങ്ങി. പിന്നീട് താൻ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റുകളും എപ്പോഴും തന്റെ കൂട്ടുകാരും ആ ജോലി സ്ഥാപനത്തിലുള്ള കൊളീഗ്സ് മാനേജറും തന്നെ പ്രൊട്ടക്ട് ചെയ്യാനും എപ്പോഴും തന്റെ കൂടെ ചേർത്ത് നിൽക്കാനും തുടങ്ങിയപ്പോൾ അവരെല്ലാവരും സന്തോഷിക്കുകയും അരുണിനെ ആ സ്ഥാപനത്തിൽ വേണമെന്ന് എപ്പോഴും പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. പിന്നീടുള്ള ഓരോ പ്രോജക്റ്റും അരുൺ വളരെ വിജയപ്രദമായ ഒരു കൂട്ടായ്മയിലൂടെ തന്റെ മാസ്റ്ററെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭംഗിയായി ചെയ്തു തുടങ്ങി. ഈ തന്ത്രം നമുക്ക് ആവശ്യമാണ്. ഇത് തന്ത്രമാണ്, ഇത് ലോ അല്ല, ഇത് നിയമമല്ല, ഇതൊരു തന്ത്രമാണ്. ഈ തന്ത്രം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ. കാരണം അവർ നൽകിയിരുന്ന അറിവുകൾ നമ്മളെ പിടിച്ചു മുന്നോട്ട് നടത്തിയതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഒരുപാട് ഉയർന്നെങ്കിൽ ആ അറിവുകളുടെ ബലത്തിലാണ് നമ്മൾ നടന്നു തുടങ്ങിയെന്ന് ഓർക്കുക. ഈ തന്ത്രം നമുക്ക് ഓരോരുത്തർക്കും ഓരോ മേഖലയിലും ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all. I thank you all. I love you all. Good day. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. അപ്പോ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഇതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഓരോ മാസ്റ്റേഴ്സ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ റോൾ മോഡലായി എടുക്കുന്ന മാസ്റ്റേഴ്സോ അത്തരം കാര്യങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ മാം പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ മക്കളും നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ അത്തരമുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാവോ? അപ്പോ സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ആരുടെ ലൈഫിലും? ഓക്കെ. ബിൻസി മാം. Good morning, ma'am. Good morning. Thank you. എനിക്ക് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെക്കാട്ടും കൂടുതൽ പേരൻസ് ആണ് എനിക്ക് ഈ ഒരു ഇത് തരുന്നത്. നമുക്ക് കഴിവുകൊണ്ടാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്യിച്ചു. എന്നാലും എല്ലാം പിന്നെ ആ കുട്ടികളുടെ കഴിവുകൊണ്ടാണ് എന്ന് വരെ മാറ്റിയെടുക്കുന്ന പേരൻസ്. അത് പേരൻസ് ആണ് ശരിക്കും പറഞ്ഞ ക്ലാസ് കേൾക്കേണ്ടത്. ഞാനതിങ്ങനെ ഓർക്കുകയായിരുന്നു. ഒരുപാട് പേർക്കുള്ള ഒരു മറുപടിയായിരുന്നു എന്തായാലും. പിന്നെ ഞാൻ എപ്പോഴും കുട്ടികൾക്കാണേലും കൊടുക്കുന്ന ഒരു ഇതാണ്, ഞാൻ എൻ്റെ ഗുരു എങ്ങനെ പറഞ്ഞു തന്നു, എൻ്റെ ഗുരു ഇന്നത് രീതിയിൽ സംസാരിക്കാൻ, അതായത് സംസാരം പോലും ഞാൻ എൻ്റെ ഗുരുവിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്, കാരണം അതിനപ്പുറം നമുക്കായിട്ടൊരു അറിവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഗുരുക്കന്മാര് നമ്മളെ ഇന്ന് വരെ നയിക്കുന്നതും ഞാൻ ഈ ഒരു ലെവലിൽ എത്തിച്ചേർന്നതും എപ്പോഴും ഗുരുസ്മരണയോടുകൂടി ഒരു അടി കിട്ടിയത് പോലും അതിനകത്ത് പോലും വാല്യൂ ഉണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് വഴക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അടിക്കും,
അതായത് വേണ്ടുന്ന കാര്യത്തിന് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യും. പക്ഷെ അതിലൊന്നും ആർക്കും പ്രശ്നമില്ല. ഇങ്ങനെയുള്ളൂ എന്താ പറയാ, കുട്ടികൾക്ക് ഇപ്പൊ ഒരു വാല്യൂ ഇല്ല ശരിക്കും ഗുരുക്കന്മാരോട്. അപ്പൊ അത് എങ്ങനെ പേരൻസിന് പറഞ്ഞു കൊടുക്കണ്ടേ എന്നുള്ളത് അറിയാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് കൂട്ടി വായിക്കുമ്പോ ഇന്നത്തെ ക്ലാസ് എനിക്ക് എപ്പോഴും മനസ്സിൽ കൊണ്ടു നിർത്താൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ബിൻസി മാം, താങ്ക് യു സോ മച്ച്. ബിൻസി മാം അജിഷ മാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ അജിഷ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എന്റെ കയ്യിൽ നമ്പർ എവിടെയാന്ന് കാണുന്നില്ല. ഞാൻ കോണ്ടാക്ട്. പിന്നെ ഞാൻ സേവ് ചെയ്തിട്ടില്ല, അതാണ്. ഓക്കെ മാം, കുഴപ്പമില്ല. ഓക്കെ ദെൻ പ്രീത മാം. ഹലോ, ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ്. ബിൻസി മാം പറഞ്ഞ പോലെ പാരന്റ്സും കുട്ടികളും ഒരുമിച്ച് കേൾക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. ഞാനിപ്പോ എനിക്കൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് എന്റെ മോന്റെ കാര്യമാണ്. മോന് 13 വയസ്സുണ്ട് ഇപ്പോ. അപ്പോ അവന്റെ ഈ ഒരു പ്രായത്തില് ടീനേജ് ഈ ഒരു സമയത്ത് പറഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞാലും അവരതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മുടെ ഈ ബി മാജിക്കിൽ വന്നുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ അങ്ങനെ തമാശ രൂപേണ എടുക്കും. അതുപോലെ ഇനിയിപ്പോ എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളത് ഓവർകം ചെയ്തിട്ട് ഇങ്ങനെ പറയും, അത് അങ്ങനെ ആണ് ശരി, എന്തെങ്കിലും നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത ശരി, അങ്ങനെ ഒരു ടോക്കാണ് ആൾക്ക് എപ്പോഴും വരിക. ആ ഒരു ടൂണിലാണ് സംസാരിക്കുക. അപ്പൊ ഞാനിപ്പോ അത് വിടും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നല്ല സ്വഭാവത്തിൽ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ അടുത്തൊക്കെ വന്നിരിക്കുന്ന സമയത്ത് പറയും, ഉണ്ണി നീ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അത് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. അപ്പൊ അമ്മ ഒന്നും പറയാത്തത് നോക്കണ്ട, പക്ഷെ അത് ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ തിരുത്തി കൊടുക്കും. അപ്പൊ അവനത് കാര്യം മനസ്സിലാവും. അല്ല അവൻ നമ്മളതിനെ എതിർത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വഷളായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞു ഇപ്പൊ അവർക്ക്. അപ്പൊ എല്ലാ വിഷയത്തിലും ആള് നല്ല കലാകാരനാണ്, നന്നായി ചിത്രം വരയ്ക്കും, പാട്ട് പാടും, എല്ലാ കാര്യങ്ങളിലും മികവുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ സ്കൂളിൽ ചെന്ന എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാണ്. അപ്പൊ ഇവൻ യൂണിറ്റ് ടെസ്റ്റിന് മലയാളം പേപ്പർ കാണിച്ചു തന്നു കൊണ്ടുവന്നിട്ട് എല്ലാതും ഇപ്പൊ 10ല് ഒരു 9 മാർക്ക്, 9, 9.5 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. മലയാളത്തിൽ മാത്രം കുറച്ച് മാർക്ക് കുറഞ്ഞു, 6.5 7.5 മാർക്ക് ഉണ്ടായിരുന്നു. യൂണിറ്റ് ടെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ പേപ്പർ നോക്കിയപ്പോ അവൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. അപ്പൊ അത് എന്താ എഴുതാതിരുന്നു? അതമ്മ ഞാന് ടെക്സ്റ്റ് നോക്കിയില്ല, ടെക്സ്റ്റ് വായിക്കാൻ മറന്നുപോയി, ഒരു റീസൺ പറഞ്ഞത്. അപ്പൊ അത് ശരി. അപ്പൊ ഈ അനുഭവക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്, നന്നായി എഴുതുന്ന ആളാണ്, പക്ഷെ അനുഭവക്കുറിപ്പ് എഴുതിയതിൽ ലാസ്റ്റ് വന്നപ്പോ അവൻ എഴുതി വെച്ചിരിക്കുകയാണ്, ടീച്ചറെ സോറി, ഇത്രയാണ് എനിക്ക് എഴുതാൻ കഴിഞ്ഞുള്ളൂ, ടീച്ചർ ഈ സമയത്തേക്ക് ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണം, അടുത്ത പ്രാവശ്യം ഞാൻ ശരിക്കും എഴുതാം എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കണം. ടീച്ചർ അതിന് താഴെ എഴുതിയിരിക്കുകയാണ്, ശരി, ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്, പഠിച്ച് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല, നല്ല അടിയിലിരുന്ന് വെച്ചിരുന്നു പറഞ്ഞ ടീച്ചർ തിരിച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഉണ്ണി ഇത് ചെയ്ത്, എങ്ങനെ എന്തായാലും നമ്മുടെ ടീച്ചറല്ലേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ചോദിച്ചപ്പോ, അമ്മ എന്നും പഠിച്ച അതേപോലത്തെ ടീച്ചർമാരൊന്നല്ല, ഞങ്ങളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവൻ പറഞ്ഞൊരു കാര്യമാണ്. ശരി, ഞാൻ അത് അങ്ങനെ വെച്ചു. പാരന്റ്സ് മീറ്റിങ്ങിന് പോണ സമയത്ത് ആ ടീച്ചറെ കണ്ടു ഞാൻ. അപ്പൊ ഞാൻ ആദ്യം സോറി പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ ഒരു തെറ്റ് മോൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ അവര് എന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, അങ്ങനെ ചെയ്യരുത്, ഞാൻ അതേ ട്യൂണിൽ അവൻ എന്താണോ ഉദ്ദേശിച്ചത് എനിക്ക് ആ പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലായി, ആ ഒരു ട്യൂൺ തന്നെയാണ് ഞാൻ തിരിച്ചെഴുതിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞ, ശരി നീ തമാശ രൂപേണ എഴുതി, എന്തായാലും ടീച്ചറോട് സോറി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൊണ്ട് അപ്പൊ പറയിപ്പിച്ചു. പക്ഷെ ആ ഒരു ടീച്ചർ അങ്ങനെ പറഞ്ഞത് നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന ആ സമയത്തുള്ള ടീച്ചർമാരാണെങ്കിൽ ഒരിക്കലും ക്ഷമിക്കില്ല. അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ട്, അല്ല അതല്ലാതെ അതിനെ ക്രിറ്റിസൈസ്, നിങ്ങളുടെ മോൻ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും ഒരുപാട് ഉയരത്തിലാണ്. ഇപ്പൊ ഫോണിന്റെ കാര്യം എന്ന് പറഞ്ഞ, ഫോണിലൊന്നും ഞാനോ ഏട്ടനോ ഒരു തരത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ. പക്ഷെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അവനോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ മോളോട് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക, അതെല്ലാം നമ്മൾ സമ്മതിച്ചു. പക്ഷെ മുതിർന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ഇനിയിപ്പോ നമ്മുടെ ഒരു ടീച്ചറെ നമ്മൾ പഠിപ്പിച്ച ഗുരുനാഥന്മാരെന്നെ നമ്മൾ കണ്ട പെട്ടെന്ന് എണീറ്റ് നിൽക്കും. അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തോ ഭയങ്കരമായിട്ട് ഒരു ബഹുമാനത്തിലാണ് നിൽക്കുക. പക്ഷെ ഇവരുടെ ഒപ്പം നമുക്ക് നടക്കുമ്പോഴേ അതറിയുള്ളൂ, അവരുടെ ടീച്ചേഴ്സിനെ കണ്ട അവർ ഫ്രണ്ട്ലി ആയിരുന്നു. ടീച്ചറെ എന്താ ടീച്ചറെ
വിശേഷം, സുഖല്ലേ, ടീച്ചർക്ക് സുഖല്ലേ, കുട്ടിക്ക് സുഖല്ലേ, അങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് ഇതായിട്ട് സംസാരിക്കും. നമ്മളെന്ന് പേടിച്ചിരിക്കുക. അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം നന്നായി എതിർത്തിരുന്നു. ഞാൻ എതിർക്കും തോറും ഇവർക്ക് അത് കൂടി വരിക. ഇവൻ അത് കൂടുതലായിട്ട് നമ്മളെ തന്നെ ക്രിറ്റിസൈസ്, അമ്മ അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറയും. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബി മാജിക്കിന്റെ ഒരു ഗുണമാണെന്ന് അറിയില്ല, ആ സമയത്ത് മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളു, മോനെ എങ്ങനെയാണ് അത്, നീ എങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ചെയ്യണം, അതാണ് നല്ല കുട്ടികൾ, അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയ ശരിയാവും. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ക്ലാസ്, എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലാസ് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത, താങ്ക് യു ഫോർ ഷെയറിംഗ്. Okay, thank you, Preeta ma'am. Thank you so much. Then Mani sir. മാജിക് മോർണിംഗ്. നല്ലൊരു തന്ത്രം, നെവർ എവർ ഔട്ട്സൈഡ് യുവർ മാസ്റ്റേഴ്സ് എന്നുള്ളത് വളരെ നല്ലൊരു ഉദാഹരണം കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇപ്പോഴും വിദ്യാർത്ഥികളാണെന്നുള്ളത് തന്നെ, മറ്റുള്ളവരെ കേൾക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെ നമ്മളായി തീർന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കണം. മറ്റുള്ളവരെ ഓരോ കുട്ടികളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എത്തിയത് തന്നെ മറ്റുള്ള പലരുടെയും സജഷൻസും അവരുടെ ജീവിത അനുഭവങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയി മറ്റുള്ളവരെ മാം പറഞ്ഞതുപോലെ ചേർത്ത് പിടിച്ച് കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുക, ഒപ്പം നിൽക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു മണി സർ, താങ്ക് യു ഫോർ ഷെയറിംഗ്. Okay, thank you sir. Thank you so much. Then ഇനി ആരാ സംസാരിക്കാനുള്ളത് വെച്ച് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഹലോ ബഷീർക്ക് ഉണ്ടല്ലോ. മോർണിംഗ് വാക്കിലാണോ? അതെ, സർ മ്യൂട്ടാണ്. ഞാൻ പുറത്താണ്, നടക്കാണ്. ഞാൻ കേട്ടു. ഞാൻ ബാംഗ്ലൂരാ. ഓക്കെ, ഓക്കെ സർ. ദെൻ നെക്സ്റ്റ് ഇനി ആരെങ്കിലും ഇതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? നല്ല ക്ലാസ് ആയിരുന്നു മാം. പുതിയ എപ്പോഴും ഗുരുനാഥൻ തന്നെ കണക്കിൽ. ഓക്കെ. റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. റേഞ്ച് ഇല്ല. ഓക്കെ ഓക്കെ. എനിവേ ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഇപ്പൊ നമ്മുടെ ബിൻസി മാം ഇവരൊക്കെ പറഞ്ഞ പോലെ പേരൻസിനും കൂടുതൽ കിട്ടേണ്ട ഒരു കാര്യമാണ് തോന്നുന്നു. ഇപ്പൊ പ്രീത മാം പറഞ്ഞ ഈ ഒരു ജനറേഷനിൽ ഒരുപാട് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ് മാസ്റ്റേഴ്സിനോടുള്ളൊരു ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ. ഇപ്പൊ സ്റ്റുഡൻസ് ആയാലും മറ്റുള്ള ആരായാലും, സോ അവരിൽ നിന്ന് ഒരുപാട് നമുക്ക് കണ്ടുപഠിക്കാനുണ്ട്. അവർക്ക് വേണ്ട ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക തന്നെ വേണം. സോ എനിവേ ഇങ്ങനെ ഒരു സെഷൻ എടുത്തതാണെങ്കിൽ താങ്ക് യു സോ മച്ച് മാം. ഇനി ഒരുപാട് നല്ല സെഷൻസ് മാമിന് കൊണ്ടുവരാൻ പറ്റട്ടെ. എനിവേ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എന്റെ വക താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോ ലിവ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു ഓൾ.